ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അനുഭവങ്ങൾ, ജീവിതം. നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിമിഷം എൻ്റെ ഓർമ്മയിൽ ബാല്യകാല ഓർമ്മകളാണ്. പിന്നെ കരിയർ ലക്ഷ്യങ്ങളുണ്ട്. നമ്മളുടെ ചില വ്യക്തികൾ നമ്മൾ ഓർമ്മയിൽ എപ്പോഴും നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില ഓർമ്മകളാണ് എൻ്റെ മനസ്സിൽ, എൻ്റെ അനുഭവങ്ങൾ പറയുന്നത്. ജീവിതമാണ് അനുഭവങ്ങളാണ് ജീവിതം. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ നിമിഷം എന്ന് പറയുന്നത് നമ്മൾ ബാല്യകാലത്തിലെ ഓർമ്മകളാണ്. അച്ഛനും അമ്മയും കളിക്കൂട്ടുകാരും ഒക്കെയുള്ള ആ ഒരു ജീവിതം, ആ ഒരു സന്തോഷവും സമാധാനവും നമുക്ക് ഒരു കാലത്തും കിട്ടത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊന്നും ചിന്തിക്കേണ്ട. അച്ഛനും അമ്മയും അവരുടെ ആ ഒരു തണലിൽ നമ്മൾ വളരുമ്പോൾ നമ്മൾക്ക് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടേതായ ലോകത്ത് പറന്ന് നടക്കുകയാണ്. പക്ഷെ അന്നേരവും നമ്മൾ ചിന്തിക്കണമായിരുന്നു, എനിക്കൊരു തോന്നലുണ്ട്. കാരണം കുട്ടിക്കാലത്ത് തൊട്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു ചിന്ത ഉണ്ടായിരിക്കണം. അറിവ് ഉള്ള ആ ഒരു സമയം തൊട്ട് ഉണ്ടാകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ജീവിതം എന്നത് നിരന്തരമായ അനുഭവങ്ങളുടെ ഒരു സമാഹാരമാണ്. നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ, സന്തോഷവും സങ്കടവും, വിജയവും പരാജയവും എന്നിവയെല്ലാം ചേർന്നതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നു, അല്ലേ? സുഖദുഃഖങ്ങൾ, ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാകും, ഉയർച്ചയുണ്ടാകും, താഴ്ചയുണ്ടാകും. നാം അനുഭവങ്ങളിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങളാണ് ജീവിതത്തെ കൂടുതൽ അർത്ഥവത്താക്കുന്നത്. ഒരു പരാജയം സംഭവിക്കുമ്പോൾ നമ്മൾക്കത് ആ പരാജയത്തിൽ നിന്നും വിജയിക്കാനായിട്ട് നമ്മൾ ഒത്തിരി ശ്രമിക്കും. അപ്പം അതൊരു പാഠമാണല്ലേ? അങ്ങനെ ഓരോ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ ജീവിതം ഉയർച്ചയിൽ എത്തണം. നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന അനുഭവങ്ങൾ, സന്തോഷമായാലും സങ്കടമായാലും എല്ലാം പലതും നമ്മളെ പഠിപ്പിക്കും. തിരിച്ചറിവുകൾ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ജീവിതം അർത്ഥശൂന്യമല്ലെന്ന് ഓരോ അനുഭവങ്ങളും ഓരോ ലക്ഷ്യമാണെന്നും നമ്മൾ ആ ലക്ഷ്യത്തോടെ നമ്മൾ വേണം മുമ്പോട്ട് പോകാനായിട്ട്. അനുഭവങ്ങൾ നമ്മളെ ശക്തരാക്കുന്നു. ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നമ്മളെ ആ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. അപ്പം നമ്മളെ ആ അനുഭവങ്ങളിലൂടെ നമ്മൾക്ക് ഓരോ ലക്ഷ്യങ്ങൾ ഓരോ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. ഓരോരുത്തരുടെയും വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അവയിൽ നിന്നും നമ്മൾ പഠിക്കുന്ന പാഠങ്ങളാണ് നമ്മളെ വ്യക്തികളാക്കി മാറ്റുന്നത്. ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഓരോ വ്യക്തികളായി മാറുന്നത്. പ്രായമേറെ കടന്നു പോകുമ്പോഴേക്കും മനുഷ്യരിൽ നമ്മളിൽ ഓരോരുത്തരിലും ബുദ്ധിയും വിവേകവും ഉദിക്കുന്നു. സാധാരണയായിട്ട് കണ്ടുവരുന്നത് അങ്ങനെയാണ്. എന്താണ്? നമുക്ക് പ്രായമാകുമ്പോഴാണ് 16 വയസ്സിൽ തോന്നേണ്ടത് 60 വയസ്സിൽ തോന്നിയിട്ട് ഒരു കാര്യവുമില്ല, അല്ലേ? അപ്പം നമുക്ക് ആ അനുഭവങ്ങൾ നമുക്ക് ആ തിരിച്ചറിവ് നേരത്തെ തന്നെ ഉണ്ടായിരിക്കണം. അനുഭവങ്ങൾ നേരിടുമ്പോൾ ജീവിതത്തിൽ ശരിയായി മനസ്സിലാക്കാനും എന്നിട്ട് അതിന് അപ്പുറത്തേക്ക് കടക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. മനസ്സും ശരീരവും ചേർന്ന് ഓരോ കളികൾ കളിക്കും. കാരണം പല കാരണങ്ങളും ഇതാണ് ശരി, ഇതിലെ നമുക്ക് പോകാം, അങ്ങനെ നമ്മളെ നയിച്ചുകൊണ്ട് പോകും. പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതല്ല ശരി, നമ്മൾക്ക് കുറച്ചുകൂടി നന്നായി ചെയ്യാമായിരുന്നു എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ അതിൽ നിന്നും നമ്മൾ കടന്നു പോയിരിക്കും. ഇത് സാധാരണമാണ്. പുതുതായി എന്തെങ്കിലും ഒന്ന് കേൾക്കേണ്ട താമസം അതിലേക്ക് നമ്മൾ എടുത്തുചാടും. ആ എടുത്തുചാട്ടം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് പരാജയത്തിലായിരിക്കും. അപ്പോൾ എടുത്തുചാട്ടം നമുക്കാകരുത്. നമ്മൾ ഓരോന്നും ചിന്തിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ 60 വയസ്സാകുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു അറിവ് അത് നമുക്ക് നേരത്തെ ഉണ്ടാകാനായിട്ട് നമ്മൾ ശ്രമിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. ഓരോന്നും ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും കടന്നു പോകുമ്പോൾ അതൊരു പാഠമായിട്ട് ഉൾക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിലും ഉപരി നമ്മൾക്ക് നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വൈകി ഉദിച്ച ബുദ്ധി
നമ്മളുടെ ജീവിതത്തിൽ ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. നേരത്തെ നമ്മൾക്ക് ആ ബുദ്ധി ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ ജീവിതവും നമ്മൾക്ക് സമൃദ്ധമാക്കാനായിട്ട്, നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് നമ്മൾക്ക് കഴിയും എന്നാണ് എനിക്ക് എൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ജീവിതത്തെ അറിഞ്ഞനുഭവിക്കുമ്പോഴേ അതിൽ നിന്നും മുക്തി നേടാനാകുകയുള്ളൂ. 60-ാം വയസ്സിൽ നമുക്കുണ്ടാകുന്ന വിവേകം 16 വയസ്സിൽ തന്നെ നേടാനായാൽ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്നും വിലയേറിയ പാഠങ്ങൾ നമ്മൾക്ക് ഉൾക്കൊണ്ടു എന്നാണ് അർത്ഥം. അപ്പോൾ അതിൽ എല്ലാവരും അങ്ങനെ ആ അനുഭവങ്ങളിൽ എല്ലാവർക്കും നല്ല തിരിച്ചറിവ് ഉണ്ടാകട്ടെ. എല്ലാവരുടെയും ജീവിതം സന്തോഷം നിറഞ്ഞതാകട്ടെ. നല്ല നല്ല അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുക നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്ന്. ഓക്കേ, ബൈ.